ഗോഡ്. നാളെ മെയ് 13 ഫാത്തിമ മാതാവിൻ്റെ തിരുനാൾ ദിവസമാണ്. ഫാത്തിമ മാതാവിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കാനാണ് മാതാവ് ഫ്രാൻസിസ്കോയ്ക്കും ജസീന്തയ്ക്കും ലൂസിക്കും നിർദ്ദേശം കൊടുത്തത്. അപ്പോൾ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലുമ്പോൾ, പ്രത്യേകമായിട്ട് മെയ് 13 ഫാത്തിമ മാതാവിൻ്റെ തിരുനാളായിരിക്കുമ്പോൾ ആ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് അമ്മയുടെ പ്രത്യേകമായൊരു സാന്നിധ്യവും മധ്യസ്ഥവും നമുക്ക് ലഭിക്കും. ഒരു പ്രത്യേകമായൊരു ഗ്രേസ് നമുക്ക് കിട്ടും. എന്ന് പറഞ്ഞാൽ ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ മാതാവിനെ വിളിച്ചുകൊണ്ട് ജപമാല ചൊല്ലുക ഒരു കാര്യമേ. അപ്പോൾ പറയുകയാണെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും: അമ്മയുടെ കുഞ്ഞ് പ്രാർത്ഥിക്കാൻ ഒരുങ്ങുന്നു, അതിനുള്ള വിശുദ്ധിയും പൗത്രതയും ഒന്നും എനിക്കില്ല. എന്നാൽ ജപമാല പ്രാർത്ഥനയിൽ നിറഞ്ഞു നിൽക്കുന്ന ഈശോയുടെ ജീവിത രക്ഷാകര രഹസ്യങ്ങളുടെ പൂർണ്ണത സ്വീകരിക്കാൻ എനിക്കും എന്നിലൂടെ ലോകത്തിനും എൻ്റെ കുടുംബത്തിനും സാധിക്കേണ്ടതിന് അമ്മ മാതാവേ, അമ്മ എൻ്റെ അരികിലേക്ക് വരണേ. ഇങ്ങനെ പ്രാർത്ഥിച്ച് മാതാവിനെ വിളിക്കുമ്പോൾ ഉണ്ടല്ലോ, മാതാവ് നമ്മുടെ അരികിലേക്ക് വരികയും പിന്നെ നമ്മൾ ആ സമയത്ത് നമ്മുടെ ജപമാല ഇങ്ങനെ കരങ്ങളിലെടുത്ത് മാതാവിൻ്റെ കരങ്ങളോട് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ പിന്നീട് ആ ജപമാല ഉരുട്ടുന്നത് നമ്മുടെ പരിശുദ്ധ അമ്മയായിരിക്കും. അങ്ങനെ ഉരുട്ടുമ്പോൾ അമ്മ നമ്മുടെ കൂടെ നിന്ന് നമ്മളെ ജപമാല ചൊല്ലിക്കുമ്പോൾ ഉണ്ടല്ലോ, അമ്മയുടെ ശക്തമായ അഭിഷേകവും പരിശുദ്ധി എല്ലാം നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് ആ ജപമാല ചൊല്ലിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളല്ല ജപമാല ചൊല്ലുന്നത്, നമ്മുടെ കൂടെ അമ്മയുടെ യോഗ്യതയോട് ചേർന്ന് നമ്മൾ ജപമാല ചൊല്ലുന്നത്. നമ്മൾ അയോഗ്യരാണ്, പാപികളാണ്. എങ്കിലും അമ്മയുടെ പരിശുദ്ധിയോടുകൂടി അമ്മ കടന്നു വന്ന് ജപമാല ഉരുട്ടുമ്പോൾ ആ അമ്മയുടെ ആ പരിശുദ്ധിയോട് യോഗ്യതയാൽ നമുക്ക് നല്ലപോലെ ജപമാല ചൊല്ലാൻ പറ്റും. അമ്മ കൂടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു ജപമാല ഭയങ്കര അഭിഷേകമാകുകയെ. പിന്നെ 13-ാം തീയതിയെക്കുറിച്ച് പറയുമ്പോൾ മാതാവ് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്, വൈദികരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്നും 13-ാം തീയതി കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കണമെന്നും റോസാ മിസ്റ്റിക്ക മാതാവ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പരിത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി ദൈവവിളികളുണ്ടാവും, വിശുദ്ധി ഉള്ള വൈദികരുണ്ടാവും, ആ ഒരു പരിഹാരങ്ങളൊക്കെ നടക്കുകയും. അങ്ങനെ നടക്കുമ്പോൾ പ്രത്യേകമായിട്ട് മാതാവിൻ്റെ ഹൃദയത്തിൽ 3 വാളുകളുണ്ടെന്നാണ് പറയുന്നത്. റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ ഹൃദയത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ 3 വാളുകളുണ്ട്. 1, ദൈവവിളി നഷ്ടപ്പെടുന്ന വൈദികരും സന്യാസികളും. 2, ദൈവവിളി നഷ്ടപ്പെടുത്തി മാർഗഭാവത്തിൽ ജീവിക്കുന്ന വൈദികരും സന്യാസികളും. 3, ദൈവവിളി നഷ്ടപ്പെടുത്തി സഭാ ശത്രുക്കളായി മാറി നിത്യരക്ഷ പോലും അപകടത്തിലാക്കിയ വൈദികരും സന്യാസികളും. ആ മുറിവുകളെല്ലാം വെച്ച് കെട്ടാനും പരിഹരിക്കാനും നമുക്ക് സാധിക്കുകയും. 2-ാമത്തെ പ്രാവശ്യം മാതാവ് ഇഷ്ടപ്പെട്ടപ്പം 3 റോസാപ്പൂക്കളായിരുന്നു. 1 സ്വർണ്ണ നിറമുള്ള റോസാപ്പൂ, വേറൊന്ന് ചുമല നിറമുള്ള റോസാപ്പൂ, വേറൊന്ന് വെള്ള നിറമുള്ള റോസാപ്പൂ. അത് പ്രാർത്ഥന, പരിഹാരം, പരിത്യാഗം. അപ്പോൾ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥനയും പരിഹാരവും പരിത്യാഗം ചെയ്യണമെന്ന് റോസാ മിസ്റ്റിക്ക മാതാവ് ആഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലാ 13-ാം തീയതി മാതാവിൻ്റെ തിരുനാളായിട്ട് ആചരിക്കണമെന്ന് മാതാവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്മയെ വിളിച്ചുകൊണ്ട് ജപമാല ചൊല്ലാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് ഈശോയോട് കൃപ നമുക്ക് ലഭിക്കാൻ വേണ്ടി നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാവേ. ആവേ മരിയ. പ്രൈസ് ഗോഡ്.